ഹാട്രിക് നേടാൻ ഷാജി പാപ്പൻ വീണ്ടും എത്തുന്നു. ഇത്തവണ 3Dയിലാണ് പാപ്പനും പിള്ളേരും. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. മിഥുൻ മാനുവൽ തോമസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചിത്രമാണ് ആട് ഒരു ഭീകരജീവി. ചിത്രത്തിന്റെ 1ാം ഭാഗത്തിന് തിയേറ്ററുകളിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ല എങ്കിലും തിയേറ്ററിന് പുറത്ത് വലിയ സ്വീകാര്യത നേടി. അതേ തുടർന്ന് ചിത്രത്തിന്റെ 2ാം ഭാഗവും വന്നു. ബോക്സ് ഓഫീസ് വിജയമായ ഈ ചിത്രത്തിന്റെ 3ാം ഭാഗവും വരാനൊരുങ്ങുന്നു. ആട് 3 ഒരു 3D ഫോർമാറ്റ് ചിത്രമായതുകൊണ്ട് ആരാധകർക്കിടയിൽ ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഇതൊരു ടൈം ട്രാവൽ ചിത്രം കൂടി ആയിരിക്കും എന്ന് കരുതപ്പെടുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ അത്തരത്തിലുള്ള സൂചനകളാണ് നൽകിയിട്ടുള്ളത്. മുൻഭാഗങ്ങൾ അണിയിച്ചൊരുക്കിയ മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് 3ാം ഭാഗത്തിലും ചുക്കാൻ പിടിക്കുന്നത്. ഇതൊരു എപ്പിക് ഫാന്റസി ചിത്രമായിട്ടായിരിക്കും എത്തുക. ചിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളിലുള്ള എല്ലാ താരങ്ങളും 3ാം ഭാഗത്തിലും ഉണ്ടായിരിക്കും. ഷാൻ റഹ്മാനാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. അഖിൽ ജോർജിൻ്റെതാണ് ക്യാമറ. ലിജോ പോൾ ആണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത്. മലയാളത്തിലെ 2 വമ്പൻ പ്രൊഡക്ഷൻ കമ്പനികൾ ഈ സിനിമ നിർമ്മിക്കാനായി ഒന്നിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. വേണു കുന്നപ്പിള്ളിയുടെ കാവ്യ ഫിലിംസും വിജയ് ബാബുവിന്റെ ഫ്രൈഡേ ഫിലിം ഹൗസും സംയുക്തമായിട്ടാണ് ആട് 3 നിർമ്മിക്കുന്നത്. ഷാജി പാപ്പനും പിള്ളേരും ഒരിക്കൽ കൂടി വരുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കും എന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകം. പാപ്പന്റെ വരവിനായി നമുക്കും കാത്തിരിക്കാം.